ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിൻറ്റേന. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് പ്രോഫിറ്റ് നേടാൻ നമുക്ക് സ്കാൽപ്പിങ്ങിലൂടെ സാധിക്കും. അതായത് നമ്മുടെ സിൽവർ, അതായത് ഈവനിങ് മാർക്കറ്റിൽ മോർണിംഗിൽ ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വളരെ ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് മാക്സിമം റിട്ടേൺസ് സിൽവർ മൈക്രോയിൽ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ സിൽവർ മൈക്രോയിൽ നമ്മുടെ സ്കാൽപ്പിങ്ങിൽ, അതായത് പെട്ടെന്ന് എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് സിൽവറിൽ ലാസ്റ്റ് വന്ന ട്രേഡ്, ഒരു 3:30 ശേഷം വന്ന ട്രേഡിൽ നിന്ന് ഹാഫ് ആൻ അവറിൽ നമുക്ക് 450 പോയിന്റ്സോളം നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ച ട്രേഡും അതിനകത്ത് എവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തു എന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. മോർണിംഗിൽ ബൈ പോയിട്ടുണ്ട്, അത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഡൗൺ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വന്ന സെൽസിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് 3:30-ക്കാണ്. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെല്ല് എടുത്ത് ഇവിടുന്നായിരുന്നു, കാരണം സെല്ല് വന്നതിന് ശേഷം കൺഫേം ഇവിടുന്ന് ആയിട്ടുണ്ടെങ്കിലും സപ്പോർട്ട് അടിച്ചത് ഇവിടുന്നാണ്. കാരണം സെല്ല് കൺഫർമേഷൻ വന്നതിന് ശേഷം എടുക്കാവൂ. കാരണം സെല്ല് ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാർ, അതായത് ക്യാൻഡിൽ കളർ ഇവിടെ കൺഫർമേഷൻ ബാറിന്റെ കളർ മാച്ച് ചെയ്യണം. അത് ഇവിടുന്നാണ് മാച്ച് ആയത്. അപ്പോൾ ഈ പോയിന്റ് നാണ് ട്രേഡ് എടുത്ത് അവിടെ നിന്ന് സപ്പോർട്ട് അടിച്ചിട്ടുണ്ട്, സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ അപ്രോക്സിമേറ്റ് 96,095 എടുത്ത ട്രേഡ് നമുക്ക് 95,535 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ 450 പോയിന്റ്സോളം നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ട്. 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നെക്സ്റ്റ് എൻട്രി ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് റീ എൻട്രി തരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് മാത്രമേ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതിനു മുമ്പ് വന്ന ബൈ ട്രേഡും നമുക്ക് ഇതേപോലെ തന്നെയായിരുന്നു. സിഗ്നൽ വന്ന് കൺഫേം ആയതിനു ശേഷം നല്ലപോലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ബൈ ട്രേഡിലേക്ക് കയറിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് മോർണിംഗിൽ ട്രേഡ് മിസ്സായാലും നമുക്ക് ലാസ്റ്റ് വന്ന ആ ട്രേഡിൽ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഒരു സിഗ്നൽ വരുമ്പോൾ, ഒരു ബൈ ആണെങ്കിൽ സെൽ ആണെങ്കിൽ ഡീറ്റെയിൽസ് മുകളിൽ താഴെ കാണിക്കും. സിഗ്നലിന്റെ കളർ തന്നെ ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാറും ഒക്കെ ആവണം. ഇപ്പോൾ സ്കാൽപ്പിങ്ങിൽ കൺഫേം ആയതിനു ശേഷം നമുക്ക് റെസിസ്റ്റൻസിൽ സപ്പോർട്ട് കട്ട് ചെയ്തതിന് ശേഷമേ എടുക്കാവൂ. അപ്പം അവിടുന്ന് നമുക്ക് നല്ല റിട്ടേൺസ്, എവിടെ നിന്നാണ് തിരിഞ്ഞ് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട പോയിന്റ്, നമുക്ക് ഒന്നില്ലെങ്കിൽ ആ ട്രെൻഡ് ലൈൻ മാർക്കറ്റിന്റെ അപ് ഡൗൺസ് നമുക്ക് നോക്കി കട്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ, അല്ലെങ്കിൽ സൈഡ് വേസ്, ഇതിൽ ഏതെങ്കിലും ഒരു മൊമെന്റ് വന്ന് നമുക്ക് കട്ട് ചെയ്യും. ഇപ്പം ട്രെൻഡ് ലൈൻ നോക്കിയാൽ മാർക്കറ്റിന്റെ ഇപ്പോൾ അപ് ഡൗൺസ് ആണ്. ഇപ്പം ഇവിടെ നിന്ന് ഇവിടം വരെ ഹൈക്ക് കയറി, ഇവിടുന്ന് തിരിച്ചിറങ്ങി, ഇപ്പം ഇവിടെ എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുത്താലും മതി. അല്ലെങ്കിൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് തിരിച്ച് നമുക്ക് ഈ താഴത്തെ ഗ്രീൻ മാറുന്നവരെ ഹോൾഡും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിനകത്ത് ഫേക്ക് അപ് ഡൗൺസ് ഒക്കെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ഡൗൺ പോയിട്ട് തിരിച്ച് റിവേഴ്സ് അടിക്കാൻ സാധ്യതയുള്ള ട്രേഡുകളാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്നൊരു ഡൗൺ കാണിക്കും, നമുക്ക് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ വരും. ഇപ്പോൾ ഇവിടെ സെല്ല് തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ താഴെ ഗ്രീൻ ആണ്, അപ്പോൾ ഇവിടെ സെൽ ട്രേഡ് ഇല്ലെന്ന് മനസ്സിലായി, ഫേക്ക് ഡൗൺ ആണ്. ഇപ്പോൾ എക്സിറ്റ് അടിച്ചിട്ട് തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുത്താൽ മതി. അഥവാ നമുക്ക് കുറച്ച് പേഷ്യൻസ് ഉണ്ട്, അവിടെ പോർഷൻ ഹോൾഡ് ചെയ്യാം. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് ഡെമോ 1 day ലൈവ് ട്രേഡ് അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കുക. 15 years എക്സ്പീരിയൻസ് ഉണ്ട്. ലേറ്റസ്റ്റ് സ്ട്രാറ്റജി മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് 8 സ്ട്രാറ്റജികളുണ്ട്, സ്കാനറുണ്ട്. അപ്പം പെട്ടെന്ന് ബിഗിനേഴ്സിന് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ. ഓക്കെ, താങ്ക് യു.